പാമ്പ് പിടുത്തക്കാരൻ വാവാ സുരേഷിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. എന്നാൽ വാവാ സുരേഷിന്റെ യഥാർത്ഥ സ്വാധീനം അറിയണമെങ്കിൽ മന്ത്രി വാസവനോട് ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പരിപാടിക്കിടയിലാണ് മന്ത്രി വാസവൻ വാവാ സുരേഷിന്റെ യഥാർത്ഥ സ്വാധീനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. വാവാ സുരേഷ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ആരാധകരുള്ള ഈ കേരളത്തിലെ കലാകാരന്മാരെ എടുക്കുമ്പോൾ അതിൽ മുൻനിരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹീതമായ കലാകാരനായി വാവാ സുരേഷ് മാറിയിരിക്കുന്നു. ലോകത്താകെ ആരാധകരുള്ള ഒരു മലയാളി കലാകാരനായി വാവ മാറിയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വാവാ സുരേഷ് പാമ്പ് കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ സമയം 100 കണക്കിന് ഫോൺ കോളുകളാണ് അന്ന് വാവയുടെ ആരോഗ്യം അന്വേഷിച്ച് മന്ത്രിയെ തേടിയെത്തിയത്. ഞാനത് വെറുതെ സൂചിപ്പിച്ചതല്ല. വാവാ സുരേഷിന് ഒരു പാമ്പ് കടിയേറ്റ് ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയപ്പോൾ കേരളത്തിന് വെളിയിൽ നിന്നും, എന്തിനേറെ അമേരിക്കയിൽ നിന്ന് പോലും, വൈറ്റ് ഹൗസിൽ നിന്ന് പോലും വാവാ സുരേഷിൻ്റെ ക്ഷേമാന്വേഷണം വിളിച്ചിരുന്നു. അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ച് അദ്ദേഹം എൻ്റെ ഒരിക്കൽ 8 മിനിറ്റ് നേരം സംസാരിച്ചു. അതിലൊരു കോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിൽ നിന്നായിരുന്നു. തന്നെ ആരോ പരിഹസിക്കാൻ വിളിച്ചതാണെന്നാണ് മന്ത്രി ആദ്യം കരുതിയത്. വാവാ സുരേഷിന്റെ ആരാധകനായ ആ മനുഷ്യൻ 8 മിനിറ്റാണ് വൈറ്റ് ഹൗസിൽ നിന്ന് സംസാരിച്ചത്. വാവാ സുരേഷിന്റെ ടെലിവിഷൻ പ്രോഗ്രാം കണ്ട് ആരാധകനായി മാറിയതാണ് വൈറ്റ് ഹൗസിലെ ആ വ്യക്തിയെന്നും മന്ത്രി വാസവൻ പറഞ്ഞു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.